Hello friends, എല്ലാവർക്കും ഡിസൈനിങ് പോയിന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു വെഡിങ് ആനിമേഷൻ വീഡിയോ എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സേവ് ദ ഡേറ്റ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കൈൻ മാസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള PNG മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം ക്രോം ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പിക്സാർട്ട് ഉപയോഗിച്ചിട്ട് PNG ആക്കി എടുത്തതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പൊരു ജീപ്പ് ആനിമേഷൻ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉള്ളവർ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് കൈൻ മാസ്റ്ററിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 16:9 ക്ലിക്ക് ചെയ്യുക. ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സൈസിൻ്റെ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മീഡിയയിൽ പോവുക. ലെയറിൽ പോയതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് കറക്റ്റ് അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടുകളാണെങ്കിൽ നമുക്ക് ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു അരമാർക്കിൽ പോയിട്ട് ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ് പൊസിഷൻ നമുക്കൊന്ന് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റാണ്, അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ബാക്ക് അടിക്കാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടുന്നുണ്ട്. നമുക്കിതിലേക്ക് ബൈക്കിൻ്റെ ഒരു PNG ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ഈ മെറ്റീരിയൽസ് മുഴുവൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ലെയേഴ്സിൽ പോയതിന് ശേഷം മീഡിയയിൽ പോയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫയലിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒരു 8 സെക്കൻഡ് വരെ വെച്ചെടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സൈസും കറക്റ്റാക്കിയതിന് ശേഷം ഇവിടെ വെച്ചെടുക്കുക. ശേഷം നമ്മുടെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടൊരു കീ ഫ്രെയിം ഉണ്ടാവും ആനിമേഷൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ ലാസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഫുള്ളായിട്ട് ബാക്ക് കൊണ്ടിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ആനിമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിലൊക്കെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. ഇവിടെ പോസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ലേയേഴ്സിൽ പോയിട്ട് ടെക്സ്റ്റിൽ പോവാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യുവർ നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ എടുക്കാം. ഓക്കെ, അതിൻ്റെ ഫോണ്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടിയതിന് ശേഷം മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ കളറ് ഞാൻ ബ്ലാക്ക് ആക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിന് ആനിമേഷൻ കൊടുക്കണം. പിന്നെ ആനിമേഷനിൽ പോയിട്ട് ഫെയ്ഡ് കൊടുക്കുക. ജസ്റ്റ് 1:1.5 കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആനിമേഷൻ ഇതിൽ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ കൊടുക്കുക. അതിൽ ഞാൻ ഈ ഫസ്റ്റത്തെ ഈ ആനിമേഷൻ ഫെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഫെയ്ഡ് ഇന്നും കൊടുത്തു നമ്മൾ. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ ഔട്ട് ആനിമേഷൻ, അതും ഫെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും കൊടുത്തു. ഓക്കെ, നമുക്ക് ഇനി ആ ടെക്സ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഫയൽ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് താഴത്തേക്ക് വെച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 3 ഡോട്ടിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ജസ്റ്റ് ഒന്ന് സൈസ് ചെറുതാക്കിയതിന് ശേഷം കീബോർഡിൽ പോയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് കറക്റ്റാക്കുക പൊസിഷനൊക്കെ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. മീഡിയയിൽ പോവാം. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു 22 വെച്ചെടുക്കാം. ശേഷം നമുക്കൊന്നുകൂടെ നമുക്കൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റിൽ കൊണ്ടുവിടാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആനിമേഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണ കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മൂന്നാമത് കാണുന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് റൊട്ടേറ്റ് എന്നുള്ളൊരു മിററിങ് റൈറ്റ് ആയി കൊടുക്കുക, ലെഫ്റ്റിലേക്ക് പോകണ പോലെ. അതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആനിമേഷൻ കീ ഫ്രെയിമിൽ പോയിട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ വെച്ചെടുക്കുക സ്റ്റാർട്ടിങ്. ഓക്കെ, എൻഡിങ് നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ആനിമേഷനും കിട്ടിയിട്ടുണ്ട്. ഒരു PNG ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേയേഴ്സിൽ പോയിട്ട് മീഡിയയിൽ പോവാം. ഞാൻ ഈ ഒരു PNG ആഡ് ചെയ്തിട്ടുണ്ട്, സേവ് ദ ഡേറ്റ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചെടുക്കുക. ഓക്കെ, ഒന്നുകൂടെ ലെയറിൽ പോവുക, ടെക്സ്റ്റിൽ പോവുക, ജസ്റ്റ് ഡേറ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഫുള്ള് ബ്ലാക്കിലാണ് ചെയ്യുന്നത്. ഷേഡ് ഓഫ് ആക്കിയിട്ടിട്ട് ഇവിടെ ഫോണ്ടിൽ പോയിട്ട് ഞാൻ ഈ ഒരു ഫോണ്ട് റോബോട്ടോ ബോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അതിൻ്റെ സൈസും ചെറുതാക്കി വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് രണ്ടിനും ആനിമേഷൻ കൊടുക്കാം. ഇനി ആനിമേഷനിൽ പോയിട്ട് ഫേഡ് തന്നെ കൊടുക്കേണ്ടത് ഞാൻ. അപ്പോൾ ഇഷ്ടമുള്ള ആനിമേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ചെയ്ത പോലെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇതിലും ഒന്നുകൂടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുക. ഫേഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് അവർ പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഒന്നും വരുന്ന പോലെ കൊടുക്കുക. അപ്പോൾ അതിനൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ റെഡ് ലൈനിൻ്റെ അവിടെ കൊടുന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ലെയറും ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ബാക്കി ലെയർ. ഓക്കെ, നമുക്കിതിലേക്കൊരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കൊടുന്ന് വെച്ചതിന് ശേഷം ലെയറിൽ പോയിട്ട് മീഡിയയിൽ പോവുക. പിന്നെ ഗ്രീൻ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ക്രോമാക്കിയിൽ പോവുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ സൈസും ചെറുതാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ബേക്ക് മൂവ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഒറ്റൊന്ന് കൊടുത്താൽ മതി. ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ഡ്രിം ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഐഡിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് അതുപോലെ PNGകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റും കാര്യങ്ങളും ആനിമേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മുടെ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.